നീയും വേടന്റെ ഫാനായോ? അല്ല, ഈ കുതന്ത്രത്തിന്റെ വരികളൊക്കെ ഒന്ന് ആസ്വദിക്കായിരുന്നേ. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടൊക്കെ അല്ലേ, അതുകൊണ്ട് ആസ്വദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നീ എന്നെ കളിയാക്കിയതാണോ അതോ വേടനെ കളിയാക്കിയതാണോ? കാവ്യാത്മകമായുള്ള പാട്ടുകൾക്കാണ് അവാർഡ് കൊടുക്കണ്ടേന്നുള്ളതാണ് രീതി. പക്ഷെ ഈ വേടന്റെ പാട്ടിന് എന്തിനാ കൊടുത്തേന്നുള്ളതാണ് ഇപ്പൊ നാട്ടുകാരുടെ ചോദ്യം. എനിക്ക് തോന്നുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും വേടന്റെ പാട്ടെടുത്ത് മാറ്റിയതുള്ള സങ്കടം തീർക്കാനായിരിക്കും സംസ്ഥാന അവാർഡ് കൊടുത്തത്. ഐ മിസ് യു എന്നതിന് ONV പണ്ട് എഴുതിയത് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്രം വെറുതെ നിലച്ചുപോയി എന്നാണ്. ഇതല്ലേ കാവ്യാത്മകത? ആ, വയലാറ്, ONV, ഗിരീഷ് പുത്തഞ്ചേരി, അങ്ങനെ എത്ര നല്ല പാട്ട് എഴുതുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ കേഴയിലെത്തു ഈ വേടൻ. വേടൻ പുതിയ പിള്ളേർക്കൊക്കെ പ്രചോദനമാകുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി അവാർഡ് പ്രഖ്യാപനത്തിനിടയിൽ പറഞ്ഞത്. കള്ള്, കഞ്ചാവ്, പീഡനം, ഇതിലേതിൽ പ്രചോദനമാവണമെന്ന് മന്ത്രി പറഞ്ഞില്ലല്ലോ അല്ലേ? അതിനുള്ള വിവരമൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ട്. പക്ഷേ സ്വഭാവദൂഷ്യം കൊണ്ട് നാട്ടുകാർ വേടന് പരിപാടി ഒന്നും കൊടുത്തിരിക്കും. സർക്കാർ സ്വന്തം ചെലവില് വേദിയൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ടല്ലോ. കഴിവിനാണ് അവാർഡ് കിട്ടുന്നതെങ്കിൽ കുട്ടികളുടെ സിനിമ അവാർഡിന് പരിഗണിക്കാത്തത് എന്തായാലും വളരെ മോശമായിപ്പോയി. പറയുന്ന രാഷ്ട്രീയത്തിനാണ് അവാർഡ് കിട്ടിയെന്ന് വേടൻ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ കഴിവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആ, ശുദ്ധ സംഗീതത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ റാപ്പർ വേടന്റെ കാലമല്ലേ.